ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബിരിയാണിയാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് മീൻ വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സ്രാവ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് ചെറിയ സ്രാവാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്രാവ് കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ എന്നൊക്കെ. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കയ്യിൽ സ്രാവ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ 1 കിലോ സ്രാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയൊക്കെ കിട്ടുമ്പോൾ നല്ല കൂടുതൽ ടേസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ മസാല ചേർത്ത് അത്രയും കൂടുതൽ ചേർക്കേണ്ട, ഒന്നും നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാനൊരു പാനിലേക്ക് ഈ സ്രാവ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്രാവല്ലെങ്കിലും ഏത് ഫിഷാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ആട്ടോ. നമ്മൾ വിചാരിക്കും ഈ വലിയ മീൻ മാത്രമേ ബിരിയാണി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഏത് ഫിഷ് വെച്ചും ബിരിയാണി ഉണ്ടാക്കാം. അതിൻ്റെതായ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യമൊന്നും മറിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒന്ന് കളറ് മാറി വരുമ്പോൾ, ഇത് നമുക്കൊന്ന് ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റ് കളറ് വരും. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കളർ വരുമ്പോൾ മറിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മറ്റേ ഭാഗം കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നില്ല കേട്ടോ. ഒരുപാട് തവണ മറിച്ചിട്ട് കളിക്കുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ് ഫിഷൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ എല്ലാ മീനും ഇതുപോലെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് അതിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി. ഈ ഒരു പാകത്തിൽ ഞാൻ ഫിഷ് ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ട് തക്കാളി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന തക്കാളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ സവാളയുടെ കൂടെ തന്നെ രണ്ടും കൂടെ ഒന്ന് കളറ് മാറി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ചതച്ച് ഈ ഒരു പാകത്തിന് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഞാൻ അവിടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ മസാലയിലേക്ക് ഒന്ന് പൊതിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് ചൂട് പിടിച്ച് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന സാധാരണ രീതിയിൽ തന്നെ, പക്ഷേ കോഴിക്കോട്ടുകാർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മസാല പിഴുത് കുഴച്ച് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിതിലേക്കൊരു പിടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ സ്രാവിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ മീൻ വറ്റിച്ചതെന്ന് പറയും, ആ ഒരു പാകത്തിലായിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്.
അതിന് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയില ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം സ്രാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും മീനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇത്ര ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. സ്രാവൊക്കെ ആണെങ്കിൽ കുരുമുളക് പൊടി ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് തീ ഓഫ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ചേർത്തത് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മീനിൽ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അല്ലെങ്കിൽ ഇനി തൈര് ചേർക്കാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ഫിഷിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ചെറുനാരങ്ങയുടെ നീര് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തീ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട്. അപ്പോൾ ഞാൻ ഇനിയും ചെറുനാരങ്ങ നീരും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുൾ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സവാള ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കുറച്ച്. എന്നിട്ട് അതിന് ശേഷം ഒരു ലെയർ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സ്രാവ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് മീനായാലും സൂക്ഷിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. പക്ഷേ ബിരിയാണി വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു പോകാതെ തന്നെ കിട്ടും, നമ്മൾ വെക്കുന്നതൊക്കെ കറക്റ്റാണെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇടുമ്പോഴും കുറച്ച് മസാല ഇട്ട ശേഷം ബാക്കി അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മസാലയും ഫിഷും എല്ലാം ഞാനിതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വെക്കുന്ന രീതി കറക്റ്റാണെങ്കിൽ അത് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മസാല ഇട്ടിട്ട് അതിൻ്റെ മേലെ തന്നെ മീൻ ബാക്കിയുള്ളതും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പിൽ കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പാനിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്പൂണൊന്ന് വെച്ച് ഒരുപാട് നേരം ഒന്ന് ഇളക്കി കളിക്കരുത്. നമ്മൾ ഈ പാത്രം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് നിന്നോളും. ഇനി ഞാനത് മാറ്റി വെച്ച ശേഷം ഒരു പാനിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഉണ്ടായിരുന്നു, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൊരു ചെറിയ സവാള ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് റൈസ് ഇങ്ങനെ ഗീ റൈസ് പോലെ വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരുപാട് നേരം ദം ചെയ്തെടുക്കില്ല, കുറച്ചൊരു 10-15 മിനിറ്റ്, അത്ര സമയമൊന്നും ഫിഷ് ബിരിയാണിക്ക് നമ്മൾ ദം ചെയ്തെടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗീ റൈസ് ആയിട്ട് വെക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഈ സവാള ഒന്ന് വാടി വന്ന് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അരിയുടെ 1.5 ഇരട്ടി, 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ബസ്മതി റൈസ് ആണെങ്കിൽ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തായിരുന്നു മസാല ഉണ്ടാക്കുന്ന സമയം, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഞാൻ നേരത്തെ കഴുകി ഊറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വെള്ളം ചൂടുവെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അരി ഇട്ട ശേഷം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, തണുത്ത വെള്ളം ഒഴിക്കരുത്. അപ്പോൾ അത് എന്താ പറയുക, അരി നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയ ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 ലെമണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിൽ തന്നെ നന്നായിട്ട് ഉപ്പും പുളിയും മസാലയും എല്ലാം പിടിച്ചോളും. കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ചോറിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാടിട്ട് ഇളക്കിയൊന്നും കൊടുക്കണ്ട. നമുക്ക് ഈ ഒരു വെന്ത് കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയ ശേഷം മാത്രം ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ദം ചെയ്തെടുക്കുമ്പോൾ ഇത് കറക്റ്റ് വേവായി കിട്ടിക്കോളും. അപ്പം നമുക്കിനി ചോറ് മസാലയുടെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് കുക്കാവരുത് കേട്ടോ ഈ റൈസ്. അപ്പോൾ ഫുള്ള് കുക്കായി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മേലിട്ട് ദം ചെയ്തെടുക്കാൻ നമുക്ക് കഴിയില്ല, കാരണം പെട്ടെന്ന് തന്നെ അത് വെന്തു പോവും. അപ്പോൾ ചോറ് പകുതി ഇട്ട ശേഷം ഞാനിതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചി, കശുവണ്ടി, കിസ്മിസും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി വരുന്ന സവാളയും കശുവണ്ടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്, ഒരു 8 മിനിറ്റൊക്കെ ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചോറിന്ന് ഇതിൻ്റെ മേലെ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ചോറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്രാവ് കൊണ്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കസിൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്രാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സ്മെല്ലല്ലേ, നമുക്കത് കറി വെക്കാൻ ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ അവിടെ ആരും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വാങ്ങുന്ന സമയത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൂടെ എന്നോട് പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതിന് മുൻപായിട്ട് എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് ബിരിയാണി റെസിപ്പിയും പല വെറൈറ്റി റൈസും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ. അതിൽ റൈസ് റെസിപ്പീസ് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജിസ്നാസ് കിച്ചൺ.